ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തെർമോക്കോൾ കൊണ്ട് ഈസി ആയിട്ട് കിടിലൻ ഫ്ലവറുകൾ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഇത് കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ഒരു തുള്ളി പെയിൻറ് പോലും യൂസ് ചെയ്യുന്നില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ തെർമോക്കോളിനെ കുഞ്ഞു പീസുകളാക്കി എടുക്കണം. അതിനുവേണ്ടി കത്രിക കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റർ കൊണ്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സാധനമുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇതുപോലെ കുഞ്ഞു പീസുകളായി കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈർക്കിലിയും വൈറ്റ് കോട്ടന്റെ തുണി പീസുമാണ്. വൈറ്റ് കോട്ടന്റെ തുണി പീസ് 2 ഇഞ്ച് വീതിക്ക് കിട്ടാവുന്നത്ര ലെന്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം തുണി പീസിന്റെ തുമ്പിൽ ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈർക്കിലിന്റെ തുമ്പിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ചുറ്റിയെടുക്കണം. ഇങ്ങനെ തന്നെ കുറച്ചധികം ലെന്തിന് ചുറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ കുറച്ച് ലെന്തിന് തുണി പീസ് ചുറ്റി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള തുണി പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി തുണി പീസ് ഇതിലോട്ടൊന്ന് ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ചുറ്റി കൊടുത്ത തുണി പീസ് ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന തെർമോക്കോൾ പീസിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈർക്കിലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5 ഈർക്കിലിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലും തുണി പീസുകൾ ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് തെർമോക്കോൾ പീസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ 5 ഈർക്കിലിയിലും തുണി പീസ് ചുറ്റിയെടുത്തതിന് ശേഷം തെർമോക്കോൾ പീസ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തെർമോക്കോൾ പീസിന്റെ ആവശ്യമില്ല. ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിന് ലീഫാണ് വെച്ച് കൊടുക്കാനുള്ളത്. അതിനു വേണ്ടി എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ പേപ്പർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഗ്രീൻ കളറിലുള്ള ഗ്ലിറ്റർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് ലീഫിന്റെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. ഇതിന് ലെന്തുള്ള ലീഫ് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഞാനെടുത്ത ഗ്ലിറ്റർ പേപ്പറിന്റെ അടിയിൽ ഗ്ലൂ ഉള്ളത് കൊണ്ട് അതിന്റെ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം ഫ്ലവറിലോട്ട് ലീഫ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരു ഫ്ലവറിന് 3 ലീഫാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ലീഫ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവറുകൾക്കും ലീഫ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്ലവറുകൾ റെഡി ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ വീട്ടിലുള്ള വേസ്റ്റ് ഐറ്റംസിൽ നിന്നല്ലേ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.